സുഭാഷിതങ്ങൾ 11 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. സത്യസന്ധരുടെ വിശ്വസ്ത അവർക്ക് വഴികാട്ടുന്നു, വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ക്രോധത്തിൻ്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല, നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിഷ്കളങ്കയുടെ നീതി അവനെ നേർവഴിക്ക് നടത്തുന്നു, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത നിമിത്തം നിബന്ധിക്കുന്നു. സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു, ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു. ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോട് നശിക്കും, അധർമ്മിയുടെ പ്രതീക്ഷ വ്യർത്ഥമായി തീരും. നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു, ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരൻ നശിപ്പിക്കും, നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു, ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു, ദുഷ്ടരുടെ വാക്കു നിമിത്തം അത് അധപതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്, ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. ഏഷനെ പറഞ്ഞ് നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു, വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും, ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. ശാലിനിയായ സ്ത്രീ ആദരം നേടുന്നു, ബലവാൻ സമ്പത്തും. ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു, ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു. ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു, നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും, തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും. വികടബുദ്ധികൾ കർത്താവിനെ വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും, നീതിമാന് മോചനവും. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണ മൂക്കുത്തിക്ക് തുല്യമാണ്. നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലു, ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാവുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ധാന്യം പുകഴ്ത്തി വയ്ക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു, അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. നന്മയെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്, തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടും. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും, നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല, ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്, അക്രമം ജീവനൊടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടുന്നുള്ളെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? സുഭാഷിതങ്ങൾ 12 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല, നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം, അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്, ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു, സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിബന്ധിക്കുമ്പോൾ നിശേഷം നശിക്കും, നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സദ്ബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു, വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ
വളർത്തുന്ന മൃഗത്തോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവനെ യഥേഷ്ടം ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ഠമായ ഗോപുരം തകർന്നടിയുന്നു. നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവൻ തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷന്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ്. വിവേകി ഉപദേശം നേടുന്നു. ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു. വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു. കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു. വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്. നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല. ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തൻ്റെ അറിവ് മറച്ചു വയ്ക്കുന്നു. ഭോഷൻ തൻ്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ. അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു.